ഗുഡ് മോർണിംഗ്. സിക്സ്ത് സെമിസ്റ്ററിൻ്റെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് നോക്കാം. Organizational behavior is the study and application of knowledge about how people act within the organization. It is a human tool for human benefit. It applies broadly to the behavior of people in all types of organization, such as business, government, schools, and service. Organizational behavior is concerned with the characteristics and behavior of employees in isolation. The characteristics and processes that are part of the organization itself, and characteristics and behavior directly resulting from people with their individual needs and motivation working within the structure of the organization. One cannot understand an individual behavior completely without learning something about that individual's organization. Similarly, he cannot understand how the organization operates without studying the people who make it up. Thus, the organization influenced by individuals. Organizational behavior integrates the relevant contents of these disciplines to maximize them applicable for organizational analysis. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ബെനഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഹ്യൂമൻ ബെനഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഓർഗനൈസേഷന് നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് ആ ഓർഗനൈസേഷനോട് എങ്ങനെയൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അപ്ലൈസ് ബോഡ്ലി ടു ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ ഓൾ സ്റ്റൈൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓർഗനൈസേഷനിലുമുള്ള പീപ്പിളിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്തെ ഒരുപാട് പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ വർക്കിംഗ് ദ. അപ്പോൾ നമ്മൾ ബിഹേവിയർ പഠിക്കുമ്പം ഓരോ എംപ്ലോയീൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻസ്, അതിൻ്റെയൊക്കെ റിസൾട്ട് അവർ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എംപ്ലോയീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷനിൽ ബിഹേവിയറിൽ ഡീൽ ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എംപ്ലോയീനെ ഫെയർ ആയിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്, ഇത് രണ്ടും ഒന്ന് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ബേസിൽ എംപ്ലോയി ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഓർഗനൈസേഷണൽ ബിഹേവിയർ. എങ്ങനെയാണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ തിയറി ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ F.W. Taylor at the beginning of the 20th century. This theory supported the use of certain steps in scientifically studying each element of a job, selecting and training of best workers for the job, making sure that the workers follow the prescribed method of doing job. It provides a scientific or rational for job specialization and mass production. His assumption was that employees are motivated largely by money. To increase the output, Taylor advised managers to pay monetary incentives to efficient workers. Yet, his theory was criticized by many employers and workers.
അതായത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്ന ആദ്യത്തെ തിയറിയായിട്ട് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഡീൽ ചെയ്യുന്നത് FW ടൈലറാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ വർക്കറിന് വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്റ്റെപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതായത് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നതേ സയൻറ്റിഫിക്കലിയാണ്. ഈ സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യുന്ന വർക്കേഴ്സിന് നമ്മൾ ഓർഗനൈസേഷൻ ട്രെയിനിങ് കൊടുക്കും. ഇങ്ങനെ അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രിസ്ക്രൈബ്ഡ് മെത്തേഡും അലോട്ട് ചെയ്യും. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന സമയത്ത് അവർ ആ ജോബിൽ സ്പെഷ്യലൈസ് ചെയ്യും. അതായത് വർക്ക് സെലക്ട് ചെയ്യുന്നതേ സയൻറ്റിഫിക്കലിയാണ്. സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യുന്നവർക്ക് ട്രെയിനിങ്ങും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ മെത്തേഡും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ ആ ജോബിൽ സ്പെഷ്യലൈസ് ചെയ്യും. ഇങ്ങനെ ഇത് മാത്രമല്ല, ഈ വർക്കേഴ്സ് മണിയാണ് വർക്കറിനെ ഏറ്റവും മെയിനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത്. അതായത് വർക്കേഴ്സ് ആർ മോട്ടിവേറ്റഡ് ലാർജ്ലി ബൈ മണി. അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്ന സമയത്ത് നമ്മൾ വർക്കേഴ്സിന് കൂടുതൽ മണി കൊടുക്കാം. ഏത് വർക്കറാണോ മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാൾക്ക് പ്രൊഡക്ഷൻ്റെ ബേസിൽ പ്രൊഡക്ഷൻ്റെ ബേസിലാണ് അയാൾക്ക് ഏർണിങ്സ് ഫിക്സ് ചെയ്യുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അയാൾ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും എന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത്. അതായത് നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ 1000 രൂപ തരും എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 1000 രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ വർക്കർ 100 യൂണിറ്റ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച്, ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് വർക്കറിന് സാലറി കൂടും. പീസ് റേറ്റ് ആണ്. എത്ര പീസാണോ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പീസിൻ്റെ ബേസിലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. സോ അങ്ങനെയാവുന്ന സമയത്ത് വർക്കേഴ്സ് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യും എന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. Next approach, bureaucratic approach. This theory most prominent advocate Max Weber proposed a bureaucratic form of structure which he thought would work for all organizations. Weber's idea bureaucracy was logical, rational and efficient. He made naive assumption that one structure would work best for all organizations. ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ബ്യൂറോക്രാറ്റിക് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ടാവണം എന്നാണ്. ബ്യൂറോക്രാറ്റിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ബ്യൂറോക്രസി ആയിരിക്കണം. അവിടെ ഡെമോക്രസി ഉണ്ടാവില്ല. വർക്കേഴ്സിന് മാനേജർ വർക്ക് കൊടുക്കും. അതോറിറ്റി ടോപ്പ് ടു ബോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ വർക്കേഴ്സിന് യാതൊരു വിധ റോളും ഇല്ല. വർക്കേഴ്സിന് അവരുടെ കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു ഒബ്ലിഗേഷൻ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷണൽ അപ്രോച്ചാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ വർക്കേഴ്സിനോട് ബ്യൂറോക്രാറ്റിക് അപ്രോച്ചായിരിക്കണം കാണിക്കേണ്ടത്. അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടണം. അതോറിറ്റി ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വർക്കേഴ്സിന് യാതൊരുവിധ പവറും അവിടെ ഇല്ല. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഹോത്തോൺ സ്റ്റഡീസ്. ദി റിയൽ ബിഗിനിങ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇൻ ദി ഏരിയ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്റ്റാർട്ടഡ് വിത്ത് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. In 1924, a group of professors began an inquiry into the human aspects of work and working condition at Hawthorne plants of Western Electric Company, Chicago. The findings of these studies were given a new name human relations. The studies brought out a number of findings relevant to understanding human behavior at work. The human element in the workplace was considerably more important. The workers are influenced by social factors and the behavior of the individual worker is determined by the group. ആദ്യത്തെ അപ്രോച്ച് സയൻറ്റിഫിക് അപ്രോച്ച് പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനാണ്.
ഫോക്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് ബ്യൂറോക്രാറ്റിക് അപ്രോച്ചിൽ ബ്യൂറോക്രസി ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മൂന്നാമത്തെ ഓർഗനൈസേഷണൽ അപ്രോച്ച് പറയുന്നത് ഓർഗനൈസേഷണൽ അപ്രോച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹ്യൂമൻ റിലേഷൻസ് ആണ്. ഈ സ്റ്റഡി ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എൽട്ടൺ മേയോ ആണ് ഈ അപ്രോച്ച് പറയാം, എൽട്ടൺ മേയോൻ്റെ അപ്രോച്ച് എന്നാ പറയാം. അപ്പം ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ് ഹ്യൂമൻ റിലേഷൻസിന് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അതായത് വർക്ക് പ്ലേസിൽ ഹ്യൂമൻ റിലേഷൻ ഉണ്ടാവുന്ന സമയത്ത്, ആൾക്കാർ തമ്മിൽ ടീം സ്പിരിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന പറയുന്നത് ഇൻഡിവിജ്വൽ വർക്കിനേക്കാളും, അതായത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ള അപ്രോച്ചിനെയാണ് ഹോത്തോൺ സ്റ്റഡീസിൻ്റെ ഫൈൻഡിങ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, nature of OB, a separate field of study and not a discipline only. OB has multidisciplinary orientation and thus not based on a specific theoretical background. അതായത് OB എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ഈ സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ മൾട്ടി ഡിസിപ്ലിനറി ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അഥവാ ഒരുപാട് ഡിസിപ്ലിൻസ് കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ഓഫ് സ്റ്റഡിയാണ് OB എന്ന് പറയുന്നത്. Next, interdisciplinary approach. OB is essentially an interdisciplinary approach to study human behavior at work. It tries to integrate relevant knowledge drawn from related disciplines, psychology, sociology, anthropology, to make them applicable for studying and analyzing organization behavior. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രപ്പോളജി ഇങ്ങനെയുള്ള എല്ലാ ഡിസിപ്ലിനും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ OB എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ആൻഡ് അപ്ലൈഡ് സയൻസ്. OB basically does the application of various researchers to solve organizational problems related to human behavior. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ ബിഹേവിയറുമായിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോർമേറ്റീവ് സയൻസ് ആണ്. വൈൽ ദി പോസിറ്റീവ് സയൻസ് ഡിസ്കസസ് ഓൺലി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, OB prescribes how the findings of applied researchers can be applied to socially accept organizational goals. നോർമൽ സയൻസ് ഡീൽ ചെയ്യുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മാത്രമാണ്. പക്ഷേ OB ഇതിൻ്റെ ആപ്ലിക്കേഷനും കൂടി എങ്ങനെയാണ് സോഷ്യലി ഈ തിയറീസ് അക്സെപ്റ്റബിൾ ആവുന്നതെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, എ ഹ്യൂമനിസ്റ്റിക് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചാണ്. It applies humanistic approach towards people working in the organization. It treats people as thinking, feeling human being. ഇത് OB ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് ആൾക്കാരുടെ ഹ്യൂമൻ ഫീലിങ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.